Welcome to Microsoft Excel. I'm Siddiq Project. ഒന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് ഫ്ലാഷ് ഫിൽ എന്നാണ്. മൈക്രോസോഫ്റ്റിലെ ഓൾറെഡി ഉപയോഗിക്കുന്ന ലെഫ്റ്റ്, റൈറ്റ്, മിഡ് എന്നീ പറയുന്ന ഇക്വേഷൻസിന്റെ ബദലായിട്ട് നമ്മൾ കൂടുതൽ ഉപയോഗിക്കുന്നത്. മൈക്രോസോഫ്റ്റ് എക്സൽ ഫ്ലാഷ് ഫിൽ ഉപയോഗിക്കാവുന്നതിനെ കുറിച്ച് ഒരു ഡീറ്റെയിൽ സ്റ്റഡി നമുക്ക് ചെയ്യാം. നമുക്ക് ടോപ്പിക്കിലോട്ട് പോകാം. താങ്ക് യു. ഫസ്റ്റ് സിദ്ദീഖ്, പിന്നെ ഫോൺ നമ്പറാണ് പിന്നെ കൊടുത്തിട്ടുള്ളത്. ഇതില് പേര് ഞാനിവിടെ ടൈപ്പ് പ്രോഷീറ്റ് കണ്ടോ, ഞാൻ സിദ്ദീഖ് എന്ന് ടൈപ്പ് ചെയ്തു. രണ്ടാമത് പി എന്ന് ടൈപ്പ് ചെയ്തിട്ടുള്ളപ്പോഴേക്കും എന്തായി, ഓട്ടോമാറ്റിക് ആ ഡാറ്റ അവിടെ വന്നു. എന്നിട്ട് നമ്മൾ എൻ്റർ ചെയ്തിട്ട് ഒരു പോപ്പപ്പ് വരും. അതിൽ അക്സെപ്റ്റ് സജഷൻസ് എന്ന് പറയും. അപ്പോ ഈ ഒരു സെല്ലിലെ ഡാറ്റയിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ള ഡാറ്റ എക്സ്ട്രാക്ട് ചെയ്തെടുത്ത് ഇനി നമുക്ക് ഈ നമ്പറിനെടുക്കാം, പ്ലേസ് വേറെ എടുക്കാം, അങ്ങനെയൊക്കെ ചെയ്യാം. ഇനി ഇതെങ്ങനെ ചെയ്യാന്നുള്ളത്, പ്ലേസ് നമ്പറൊക്കെ വേർതിരിച്ച് എങ്ങനെ ചെയ്യാന്നുള്ളത് നമുക്ക് വേറെ ഷീറ്റിൽ നോക്കാം. അപ്പോൾ ഈ ഷീറ്റിൽ ഞാൻ കൊടുക്കുന്നത് നമ്പറാണ് 9746055454. ഇനി 98 കണ്ടോ, ഓട്ടോമാറ്റിക് അത് എടുത്തത്. ഇവിടെ പോപ്പപ്പിൽ പോയിട്ട് അക്സെപ്റ്റ് സജഷൻസ് എന്ന് ക്ലിക്ക് ചെയ്യുക. ഇനി ലാസ്റ്റ് ഷീറ്റിൽ നമുക്ക് ഇതിന്റെ പ്ലേസ് അഥവാ സിറ്റിയുടെ പേര് ഞാൻ കൊടുത്തു, പ്ലേസസിന്റെ പേരോട് കൊടുത്തു. ഡൽഹി എന്ന് ഞാൻ ടൈപ്പ് ചെയ്തു. രണ്ടാമതായി ബാംഗ്ലൂർ കൊടുത്തപ്പോഴേക്കും എന്തായി, ആ സിറ്റിയുടെ പേര് ലിസ്റ്റ് ഔട്ടായി. ഇനി ഇതിന്റെ കേസ് താഴോട്ട് നമുക്ക് എത്ര കൊടുക്കുകയാണെങ്കിൽ ആ ലിസ്റ്റ് വരും. ഇനി 10,000 ആണോ പേരിന്റെ ലിസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വരും. ഇതാണ് മൈക്രോസോഫ്റ്റ് എക്സലിന്റെ മാജിക് ഫംഗ്ഷനായ ഫ്ലാഷ് ഫിൽ എന്ന് പറയുന്നത്. ഇനി നമുക്ക് വേറൊരു എക്സാമ്പിൾ നോക്കാം. ഇനി നമുക്ക് ഇത്രയും ലിസ്റ്റിൽ നിന്ന് നമുക്ക് പെട്ടെന്ന് എന്തുണ്ടാക്കണം, മെയിൽ ക്രിയേറ്റ് ചെയ്യണം. ഇപ്പൊ ഞാൻ ഫസ്റ്റ് ഇവിടെ അടിക്കുന്നത് സിദ്ദീഖ് കൊടുത്തു, എന്നിട്ട് @gmail.com @gmail കൊടുത്തു. എന്നിട്ട് ഞാൻ സെലക്ട് ചെയ്തിട്ട് ഡ്രാഗ് ഡൗൺ ചെയ്തു. ഫ്ലാഷ് ഫില്ലിന്റെ ഒരു ഷോർട്ട് കട്ട് എന്ന് പറയുന്നത് Ctrl+E ആണ്. ഇവിടെ നമുക്ക് Ctrl+E ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ട് ഫസ്റ്റ് നെയിമും അതേപോലെ ഇമെയിലും ഉണ്ടാക്കാനുള്ള ഡാറ്റ റെഡി, അതായത് ഇമെയിൽ ഓൾറെഡി റെഡി ആയിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ പോയിട്ട് അക്സെപ്റ്റ് അടിച്ചാൽ, ഇനി ഞാൻ വീണ്ടും Ctrl+Z അൺഡു അടിച്ചു. Ctrl+Z അടിച്ചിട്ട് ഞാൻ എന്ത് ചെയ്യണം, എക്സൽ തന്നെ നമുക്ക് ഇതില് ഡാറ്റയിൽ പോയി കഴിഞ്ഞാൽ ഇവിടെ ഫ്ലാഷ് ഫിൽ എന്ന് പറയുന്ന ഓപ്ഷൻസ് ഉണ്ട്. അത് അടിച്ചു കഴിഞ്ഞതും നമുക്ക് ഇവിടെ അക്സെപ്റ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഫ്ലാഷ് ഫില്ലില് നമുക്ക് ആവശ്യമുള്ള ഡാറ്റാസ് വരും. ഓക്കെ, അപ്പൊ എല്ലാവരും കണക്റ്റഡ് ആയിരിക്കുക. ഇതുപോലത്തെ വീഡിയോസ് പിന്നെയും നിങ്ങൾക്ക് ലഭിച്ചുകൊണ്ടേയിരിക്കും. നിങ്ങളുടെ അഭിപ്രായങ്ങളും കമന്റുകളും ഇതിൽ അറിയിക്കുക, കമന്റ് ബോക്സിൽ അറിയിക്കുക. നിങ്ങൾക്ക് ഇതുപോലത്തെ വീഡിയോസും ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ കമന്റിൽ അറിയിക്കുക. അതുപോലത്തെ വീഡിയോ ഞാൻ ചെയ്തിരിക്കും. ഓക്കെ, താങ്ക് യു ഫോർ ഓൾ.